നമസ്തേ. നമ്മളെ ചുറ്റിനും എപ്പോഴും നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. ഈ കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അവരെപ്പോഴും അവരുടെ കൂടെയുള്ള മുതിർന്നവർ എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനുള്ള എല്ലാവരും എന്താണോ ചെയ്യുന്നത്, അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളിപ്പോൾ കാർട്ടൂൺ കാണുകയാണെങ്കിൽ ആ കാർട്ടൂണിലെ ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ സൗണ്ട് വരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൈക്കോളജിയിൽ ഇതിനെ സംബന്ധിച്ച് ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഒരു വലിയൊരു എക്സ്പെരിമെന്റ് തന്നെ നടന്നിട്ടുണ്ട്. 1960കളിൽ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നടത്തി. അദ്ദേഹം ഒരു ബോബോ ഡോൾ എന്ന് പറഞ്ഞ ഒരു പാവയുണ്ടായിരുന്നു. ആ പാവയുടെ ഒരു വീഡിയോ കുട്ടികൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിൽ ഒരു മുതിർന്ന ഒരു വ്യക്തി, ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ പാവയെ എടുത്ത് എറിയുകയും കിക്ക് ചെയ്യുകയും ഒരുപാട് ഉപദ്രവിക്കുകയും അഗ്രസീവായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത്. തുടർന്ന് ഈ കുട്ടികൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പാവ ഇരിക്കുന്ന ഒരു മുറിയിലേക്ക് ഓരോ കുട്ടികളെയായിട്ട് അദ്ദേഹം കയറ്റി വിടുകയായിരുന്നു. അദ്ദേഹത്തിന് സർപ്രൈസിംഗ്ലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ആ പാവയെ കണ്ടതിന് ശേഷം ആ പാവയെ അതുപോലെ തന്നെ മുതിർന്ന വ്യക്തി എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇടിക്കുകയും അഗ്രസീവായിട്ട് ആ പാവയോട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? കുട്ടികൾ എപ്പോഴും മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസിനെ കാണുന്നുണ്ട്, കൂട്ടുകാരികളെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ എല്ലാവരുടെയും പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ എപ്പോഴും വഴക്കിടുന്ന പാരൻസിനെയാണ് കുട്ടികൾ കാണുന്നതെങ്കിൽ കുട്ടിയുടെ സ്വഭാവം അതായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും നല്ലൊരു ബെസ്റ്റ് ബിഹേവിയർ കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.